നീല് വൈകുന്നു എന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ കയറ് പൊട്ടിക്കാൻ തുടങ്ങായിരുന്നു. ഞാൻ സ്വർഗത്തിൽ കട്ടുറുമ്പാവുന്നില്ല. ക്യാരി ഓൺ. സ്വർഗത്തില് കട്ടുറുമ്പുണ്ടോ? സ്വർഗത്തില് കട്ടുറുമ്പുണ്ടോ നീൽ? എനിക്കറിയില്ല. ഞാനിതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല. ഗുഡ് ആൻസർ. എന്നാലേ കട്ടുറുമ്പുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. സ്വർഗം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ലുലു മോളില്ലേ, ഏതാണ്ട് അതുപോലെ ഇരിക്കും. രാവിലെ മരുന്ന് കഴിച്ചില്ലല്ലേ? ഇല്ല, ഡോക്ടർ പറഞ്ഞു ഇനി രാവിലെ കഴിക്കണ്ട, രാത്രി മാത്രം മതിയെന്ന്. അല്ല നീൽ, ശരിക്കും ഞാൻ എന്തിനാ മരുന്ന് കഴിക്കുന്നത്? എനിക്കതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇല്ല, നാളെ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാ ഇപ്പം മരുന്ന് കഴിക്കുന്നത്. നീലും മരുന്ന് കഴിക്കാറുണ്ടോ? പിന്നല്ലാതെ. നീലിന് എന്താ അസുഖം? ഭ്രാന്ത്. ഭ്രാന്തോ? അതെ, എന്റെ മണ്ടത്തരങ്ങൾ കാരണം വന്നുപെട്ട അസുഖ. സഹിക്കാതെ പറ്റുമോ? കഷ്ടം. സാരമില്ല കേട്ടോ, എല്ലാം മാറും. അതാണ് പ്രതീക്ഷ. ഡോക്ടറോട് പറയണോ ചികിത്സിക്കാൻ? വേണ്ട. അതെ, വേണ്ട. ഞാൻ കൂടെ ഉള്ളപ്പോ ചികിത്സയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അതെ. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കൊന്ന് പുറത്തു പോയാലോ? അത് വേണ്ട. വേണം. ഇതിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരുന്ന ഒരു സുഖമില്ല. നീല് കൂടെ ഉണ്ടെങ്കിൽ നല്ല രസാ. വാ നീൽ, എന്റെ കൂടെ അല്ലേ? അതാ പ്രശ്നം. എന്താ പറഞ്ഞത്? അത് നല്ലതാണെന്ന് പറയായിരുന്നു. ഞാൻ കേട്ടത് വേറെയാ. സാരമില്ല, എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഒരിക്കലുമല്ല, മിസ്റ്റേക്ക് എന്റെ. ഞാനേ തെറ്റുകളുടെ രാജകുമാരനാ. പ്രിൻസ് ഓഫ് മിസ്റ്റേക്സ്. നല്ല പ്രയോഗം. പ്രിൻസ് ഓഫ് മിസ്റ്റേക്സ്. മിസ്റ്റേക്ക് വേണ്ട. പ്രിൻസ്. ഞാൻ പ്രിൻസസ്, രാജകുമാരന് രാജകുമാരി. കൊള്ളാല്ലേ? പിന്നെ നല്ല രസമല്ലേ? എന്നാ വാ വാ. എത്ര നാളായിന്നറിയോ ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്നിട്ട്? നീലില്ലായിരുന്നെങ്കിൽ എനിക്കതിന് സാധിക്കില്ലായിരുന്നു. എന്നും ഞാൻ ഉണ്ടാവണമെന്നില്ലല്ലോ. അതെന്താ? നീൽ എന്നെ വിട്ട് പോവാൻ പോവാണോ? ഞാനതിന് സമ്മതിക്കില്ല. നീലിനെ എനിക്ക് വേണം എപ്പോഴും. അത് അതിമോഹമല്ലേ വേദ? എനിക്ക് എന്റേതായ ഒരു ജീവിതം ഉണ്ടെന്ന് പറയാൻ വരുമായിരിക്കും. നീലിനെ മാത്രം സ്വപ്നം കണ്ട് കഴിയുന്ന ഒരാളാ ഞാൻ. നീലില്ലാത്തൊരു നിമിഷത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പലതവണ പറഞ്ഞ കാര്യമാ വേദ പിന്നെയും പിന്നെയും പറയുന്നത്. പറയിപ്പിക്കുന്നല്ലേ? ഒരു കാര്യം ചെയ്യാ, എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാ. ഒരിക്കലും എന്നെ വിട്ടു പോവില്ലാന്ന് ചെയ്യ, അല്ലെങ്കിൽ ഞാൻ പിണങ്ങും. വേദ പ്ലീസ്, നമുക്കിടയിൽ ഇങ്ങനെയുള്ള തമാശകളൊന്നും വേണ്ട. തമാശകളോ? അത് ശരി, നമ്മുടെ ബന്ധം തമാശയാണല്ലേ? ഞാനായിരിക്കും ബഫൂൺ. പറ്റിക്കാണല്ലേ എന്നെ? ഞാനപ്പ തനിച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്കാവുന്നതാ നല്ലത്. വേദയോ? ഏത് വേദ? ആരാ നിങ്ങള്? ഞാൻ നീല. ഡോക്ടർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അറിയാം.
എനിക്ക് പക്ഷേ ആ പ്രപ്പോസൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓ, പിന്നെ എന്തിനാണ് നീ എന്റെ പെങ്ങളെ മോഹിപ്പിച്ചത്? ഗണേശ, അച്ഛൻ ഞാൻ പറയും, ഇവൻ ഒറ്റൊരുത്തം കാരണമാ വേദയ്ക്ക് ഈ ഗതി വന്നേ. കല്യാണം കഴിഞ്ഞാലെങ്കിലും നീ നന്നാവൂന്ന് കരുതി, അതും നടന്നില്ല. നീയാ ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്റെ പെങ്ങളെ ഈ നിലയിലാക്കിയിട്ട് സുഖിച്ച് ജീവിക്കാന്ന് നീ വിചാരിക്കണ്ട. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഗണേശന്റെ വികാരം എനിക്ക് മനസ്സിലാവും. ഞാൻ തെറ്റുകാരനല്ലെന്ന് സമർത്ഥിക്കാനല്ല കാണുമെന്ന് പറഞ്ഞത്. തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. വേദയുടെ ഈ തകർച്ചയിൽ എനിക്കും പങ്കുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നിസ്സഹായനാണ്. വേദയ്ക്ക് വേണ്ടി എനിക്ക് സ്വാതി ഉപേക്ഷിക്കാൻ പറ്റില്ല. വേണ്ട, നീ അവളെ ഉപേക്ഷിക്കണ്ട. അവളെയും കെട്ടിപ്പിടിച്ചങ്ങിരുന്നോ. എന്തായാലും എന്റെ പെങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി. ഇനി നിനക്ക് ഭംഗിയായിട്ട് കൈയൊഴിയല്ലോ. ഗണേശൻ അങ്ങനെ പറയരുത്. തെറ്റ് എൻ്റെ ഭാഗത്ത് മാത്രമല്ലല്ലോ. ഒരു പരിധി വരെ വേദ ഇങ്ങനെ ആയതിൽ നിങ്ങൾക്കുമില്ല നിങ്ങളുടേതായ പങ്ക്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും എതിര് നിന്നത് നിങ്ങളല്ലേ. പഴയതൊന്നും മറക്കരുത് ഗണേശ. ഒന്നല്ല, 2 തവണ. 2 തവണ ആളെ വിട്ട് നിങ്ങൾ എന്നെ തല്ലിച്ചത്. അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? 2 തവണയും സ്വാതി എന്നെ രക്ഷിച്ചത്. അവളില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിന്നിങ്ങനെ സംസാരിക്കാൻ പോലും ഞാൻ ഉണ്ടാവില്ലായിരുന്നു. ശരിയാണ്, വേദ എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ വേദയെക്കാളും ഇപ്പോൾ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് സ്വാതിയാണ്. ഒരർത്ഥത്തിൽ അതുതന്നെയാണ് ശരി. താലി കെട്ടി കൂടെ കൂട്ടിയ പെൺകുട്ടി, അവളെയല്ല ഞാൻ നോക്കേണ്ടതും സ്നേഹിക്കേണ്ടതും. നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. വേദയ്ക്ക് ഇങ്ങനൊരവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ നീ പറയുന്നത് കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോ ഒഴിവാക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. നിന്റെ മുമ്പിൽ തന്നെ വന്നു നിന്ന് മകളുടെ ജീവന് വേണ്ടി യാചിക്കേണ്ട ഒരു ഗതികേടില്ല ഞങ്ങൾ. ലാളിച്ച അവളെ ഞങ്ങൾ വളർത്തിയത്. അങ്ങനെയുള്ള അവളുടെ ഈ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നിർബന്ധിക്കില്ല, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. മാറി മറ്റൊരു തീരുമാനത്തിലെത്താൻ നിനക്ക് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത് എൻ്റെ മകളുടെ ജീവിതമായിരിക്കും. നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാ ഇക്കാര്യം ഞാൻ പറയുന്നത്. എല്ലാ വശങ്ങളും ചിന്തിച്ചു. കഴിയില്ല. സ്വാതി ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ക്ഷമിക്കണം. എനിക്ക് സ്വാതി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. സോറി. വേദയെ പറഞ്ഞാൽ മതി. ഇവന് വേണ്ടിയാണല്ലോ അവൾ ഇത്രയും നാൾ കാത്തിരുന്നത്. അമ്മേ, പണ്ടത്തെ സിനിമകളിൽ അമ്മ കണ്ടിട്ടില്ലേ? ഒരു ഭാഗത്ത് കാമുകി, മറുഭാഗത്ത് ഭാര്യ. ആരെ സ്വീകരിക്കും, ആരെ കളയും? ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് നായകൻ പാട്ട് പാടുന്ന സീനാ. തമിഴിലായിരുന്നെങ്കിൽ പൊട്ടിക്കരഞ്ഞേനെ. സത്യം പറ, ഭ്രാന്ത് വേദയ്ക്കാണോ അതോ നിനക്കാണോ? തോന്നിയോ അമ്മയ്ക്ക്? ആ, എനിക്കുണ്ടെങ്കിൽ അത് സത്യമാ. ഭ്രാന്ത് പാരമ്പര്യമാ. എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരുത്തിയെ പ്രസവിച്ചത്. അതുകൊണ്ടെന്താ, ചാവുമ്പോ കരയാനൊരാളായില്ലേ? തലയ്ക്കലിരുന്ന് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കരഞ്ഞോളാം ഞാൻ. അതേടി, നീ അങ്ങനെ ചെയ്യൂ. നിഷേധി. ഓ, അമ്മയുടെ ഒരു കാര്യം. എന്റെ അമ്മേ, അവിടെ സ്വാതിയുടെ ചീട്ട് കീറാൻ പോവാ. നീലിനെ പൂർണ്ണമായിട്ട് വേണമെന്ന് വേദയുടെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു. നായകൻ സമ്മതമൊന്നും അറിയിച്ചിട്ടില്ല, പക്ഷെ എന്നായാലും അറിയിക്കേണ്ടി വരും. കരുണാമയ്യായ സ്വാതിദേവി കനിയാൻ അരുളപ്പാടുണ്ടാവും. ഭക്തനായ നീലിനത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. സ്വാതി അങ്ങനെ പറയുവോ? വക്കാലത്ത് ഒപ്പിട്ടിട്ട് പൊയ്ക്കോളൂ. ബാക്കിയൊക്കെ പിന്നീട് ആലോചിച്ചിട്ട്
വേണ്ടതുപോലെ ചെയ്യാം. എന്തായാലും ഒരു പെറ്റീഷൻ തയ്യാറാക്കണമല്ലോ. അതിന്റെ പോയിന്റ്സ് ഒക്കെ കണ്ടെത്തണം. പിന്നെ നീലിനോട് സംസാരിക്കണം. സമയമുണ്ട്. ദാ. എന്റെ മുമ്പില് തീരെ സമയമില്ല സർ. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ ഒപ്പിട്ടേക്ക്. നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു നിർണയമെങ്കിലും. ചേച്ചി 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 സ്വാതി എപ്പി പോണെന്നാ മറ്റേ വല്ലതും പറഞ്ഞിരുന്നാ? പോവേ എങ്ങോട്ട്? അയ്യോ എങ്ങോട്ട് പോണെന്നൊന്നും അറിഞ്ഞൂടെ. പെട്ടിയും പാണ്ടവും കിടക്കണുണ്ട്. പെട്ടെന്ന് വാ. ഭഗവാനെ. ഓ, നേരത്തെ പോ. അയ്യോ എങ്ങോട്ട് പോണെന്ന് രാജലമ്മച്ചി. പോയാ മോളെ നീ ഇതെവിടെ പോന്നു? സ്ഥലം തീരുമാനിച്ചിട്ടില്ല, പക്ഷെ പോണം. എന്താ മോളെ, എന്താ ഇപ്പൊ ഇങ്ങനെ? ഇത് വേണോ അമ്മ? അല്ലെങ്കിൽ വേദ? വേദയോ? അവൾക്ക് വേണ്ടിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നേ? അതെ. മോക്ക് ഭ്രാന്താണ്. അതെ ഭ്രാന്ത. സ്നേഹം കൂടിപ്പോയതിന്റെ ഭ്രാന്ത്. ഞാൻ നിന്നെ അഭിനന്ദിക്കുവാ സ്വാതി. ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ മൊത്തം അഭിമാനം നീ. എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും നീ ആയിട്ട് ജനിക്കണം. പ്രാർത്ഥിച്ചാ മതി, നടന്നോളും. നീല് പറഞ്ഞു നിന്നോട് പോവാൻ? ഇല്ല. പിന്നെ ഇതെന്റെ തീരുമാനോ? എന്റെ മാത്രം തീരുമാനം. ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തില്ലെങ്കിൽ ഏട്ടൻ നേറി നേറി ജീവിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. വിട്ടുകൊടുക്കുന്നതല്ലേ അമ്മ ശരിക്കുള്ള സ്നേഹം? ഞാൻ ഏട്ടന് വേദയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. ഞാൻ സമ്മതിക്കില്ല. ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നീ മാത്രമല്ല, ഞങ്ങൾ ആരും സമ്മതിക്കില്ല. നീ പോയാ തോക്കുന്നത് ഞങ്ങളും കൂടെ മോളെ. ഈ വീടാ, അതനുവദിക്കില്ല. ആ ബാഗ് ഇങ്ങതാ. അപ്പൊ ഒരിടത്തും പോണില്ല. ഒരാള് പോണെന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോ തടയല്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ സ്വാതി. മാത്രമല്ല സ്വാതി പറഞ്ഞു തന്നെ ശരി. എന്തരേ? വേദിക്ക് ഇപ്പൊ നീലിന് ആവശ്യമുണ്ട്. നീല് കൂടെ ഉണ്ടെങ്കിൽ അവളുടെ അസുഖം മാറും. അയ്യോ അതെന്തൊരു അസുഖം? അതൊരു വല്ലാത്ത അസുഖമാണല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ പറഞ്ഞതാ. അതീ നിൽക്കുന്ന സ്വാതിക്കും അറിയാം. അതുകൊണ്ടാ സ്വാതി പോകുന്നത്. നീ പൊയ്ക്കോ സ്വാതി. നീല് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ചേച്ചി പോണ. എന്റെ അനുമതി ഇല്ലാതെ നീ ഇവിടുന്ന് പോവോ? എങ്കിൽ എനിക്കതൊന്ന് കാണണം. അമ്മ എന്നെ തടയരുത്. ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. നീ പോയിട്ടുള്ള ഒരു നന്മയും ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും കാലം അമ്മ എനിക്ക് ദൈവത്തെ പോലെയായിരുന്നു. അമ്മ പറഞ്ഞത് എന്താ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ അമ്മ എനിക്ക് ധിക്കരിക്കേണ്ടി വരും. മോളെ, പറയാനുള്ളത് മുഴുവൻ ഞാൻ ഏട്ടനോടും വക്കീലിനോടും പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണോ അമ്മ? ഇതാണ് എന്റെ വിധി. അത് ഞാൻ അനുസരിച്ചല്ലേ പറ്റൂ. എല്ലാത്തിനും നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. മറക്കില്ല ആരെയും. ഓ മറക്കില്ലത്രേ. എന്നെ ഒന്നും ഇവള് ഓർത്തിരിക്കണ്ട. ഇത് ഇവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാ.
വേദ, ഹായ് നീൽ, ഹൗ ആർ യു? നീൽ എന്താ ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ? എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ നീലിന്റെ മുഖം കണ്ടാ തോന്നാ. എന്തോ പറ്റി? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്നോട് പറ നീൽ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ലെങ്കി വേണ്ട. കേട്ടോ നീൽ, നീല് പോയതിനു ശേഷം ഞാൻ കിടന്നുറങ്ങി. ഉറക്കത്തില് ഞാനൊരു സ്വപ്നം കണ്ടു. മനോഹരമായൊരു സ്വപ്നം. നീലിന് അറിയണമെന്ന് ആഗ്രഹമില്ലേ അതെന്തായിരുന്നു എന്ന്? എന്തായാലും അത് വെറും സ്വപ്നമല്ലേ? എന്താ നീൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീല് വരുമ്പം പറയണോന്ന് വിചാരിച്ച് എന്ത് താല്പര്യത്തോടെയാണെന്നറിയോ ഞാൻ കാത്തിരുന്നത്. പറഞ്ഞോ? അങ്ങനെ ഇപ്പൊ കേൾക്കണ്ട. നീല് ചീത്തയാ. എന്നോട് ഒരു ഇഷ്ടവും ഇല്ല. എന്നെ പറ്റിക്കുക. കാണണ്ട എനിക്ക് നീലിനെ. അതുകൊണ്ടല്ല വേദ, എന്റെ മൂഡ് ശരിയല്ല. നീ ചോദിച്ചില്ലേ എന്തെങ്കിലും നഷ്ടപ്പെട്ടോന്ന്? നഷ്ടപ്പെട്ടു. എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന, ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടു. എന്ത് സാധനം? അത് ഒരു സാധനം. അതെന്താണെന്ന് പറ, ഞാൻ മേടിച്ചു തരാം. നിനക്ക് മേടിച്ചു തരാൻ പറ്റില്ല വേദ. അതെന്താ? അത്രയ്ക്ക് വിലയുള്ളതാണോ? അതെ. എന്നാലും അതെന്താന്ന് പറഞ്ഞൂടെ? ഒരു പഞ്ചവർണ്ണ കിളി, നല്ല ഭംഗിയുള്ള ഒരു കിളി. ഇത്രയുള്ളോ? ഇത് നമുക്ക് മേടിക്കാം. ഞാൻ കണ്ട സ്വപ്നമില്ലേ, അതിലൊരു ദ്വീപുണ്ട്. ആ ദ്വീപില് നമ്മള് മാത്രമേ ഉള്ളൂ. കൂടെ കുറെ കിളികളും മാൻ പോലുള്ള പാവമൃഗങ്ങളും. അവിടുന്ന് ഞാനൊരു പഞ്ചവർണ്ണ കിളിയെ പിടിച്ചു തരാം. അല്ലെങ്കിൽ എന്തിനാ കിളി? ഞാനില്ലേ? എന്നെക്കാളും വലുതല്ലല്ലോ നീലിന് വേറൊന്നും. ആണോ? വേദയ്ക്ക് വേറെ ഒന്നും പറയാനില്ല. പറയാനുണ്ട്. ദ്വീപില് വെച്ച് നമ്മുടെ കല്യാണം നടക്കും. പകലൊന്നും അല്ല കല്യാണം, രാത്രി. നല്ല നിലാവൊക്കെയുള്ള ബ്ലൂ കളറുള്ള ഒരു രാത്രി. ആട്ടവും പാട്ടും വിരുന്നും. എന്ത് രസമായിരുന്നറിയോ? കല്യാണത്തിന്റെ അന്ന് ഞാൻ നീലിനൊരു സമ്മാനം തരും. അതെന്താന്നറിയോ? എനിക്കെങ്ങനെ അറിയാം? എന്നാ പറയാം. ഈ എന്നെ തന്നെ. സന്തോഷായില്ലേ? പറ നീൽ, സന്തോഷായില്ലേ? ആയി, ഭയങ്കര സന്തോഷമായി. എന്നിട്ടെന്താ മുഖത്തത് വരാത്തത്? അത് അറിയില്ല. പഞ്ചവർണ്ണക്കിളി പോയതുകൊണ്ടാണോ? ആയിരിക്കും. വേദ എവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. എവിടെ പോവാ? വരാം. പോയിക്കളയരുത്. ഇല്ല. ആ, പഞ്ചവർണ്ണക്കിളി ശരിയാക്കി തരാം. ആ സിസ്റ്റർ, ഈ പേഷ്യന്റ് സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിയ ഉടനെ എന്നെ അറിയിക്കണം. ശരി. റിപ്പോർട്ട് കണ്ടിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ? ഹായ് നീൽ, വേദയെ കണ്ടില്ലേ? ഷീസ് ഹാപ്പി. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നീലിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഞാൻ ഹാപ്പിയല്ല ഡോക്ടർ. സത്യം പറഞ്ഞ എനിക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല. തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു അല്ലേ?
വന്നത് കൂട്ടിക്കൊണ്ടു പോവാനാ. എന്നിട്ട് ഒരായുഷ്കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ. അപ്പൊ വേദ? അവളുടെ അസുഖം ഭേദമായി. ഞാനത് ഭേദമാക്കി. സംശയമുണ്ടെങ്കിൽ നിനക്ക് ആശുപത്രിയിൽ വിളിച്ച് ചോദിക്കാം. സംശയമില്ല, ഏട്ടന് എനിക്ക് വിശ്വാസം. ഇതെന്റെ 2ാം ജന്മമാണ്. അനുഗ്രഹിക്കണം. എന്താ ഇത്? മോളിലല്ലേ പോയി ടെസ്റ്റൊക്കെ പാക്ക് ചെയ്തെടുത്തു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങളെ മൂടിയിരിക്കുന്ന മഞ്ഞിന്റെ പാളികള് ഓരോന്നോരോന്നായി അടർന്നു വീഴുമെന്ന്. ഇപ്പോ എല്ലാം ശുഭമായി. ഇനി നിങ്ങളുടെ കാലം. പോയി വരും. ഈശ്വര കാത്തോളണേ. ഇപ്പൊ വന്നത് എന്തിനാണെന്ന് പറ. മടിക്കണ്ട, പറഞ്ഞോ. ഞാനിന്ന് വന്നിരുന്നില്ലേ? അതെ. അത് വേണ്ടെന്നാ ഏട്ടൻ പറയുന്നത്. ഏത്? ഡിവോഴ്സ്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതിങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഒരു മാറ്റർ പോലും ഇതുവരെ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. ഇവള് വക്കാലത്ത് ഒപ്പിട്ട് തന്നിരുന്നു അല്ലേ? ഉവ്വ്. അതിവിടെ ഇരിപ്പില്ലേ? ഉണ്ട്. അത് തിരിച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ, കേസില്ലാത്ത സ്ഥിതിക്ക് പിന്നെന്തിനാ വക്കാലത്ത്? സ്വാതി, വരുമ്പോ ഞാൻ എന്താ പറഞ്ഞത്? ഇത് കീറിക്കളയണോന്ന്. എന്നിട്ട് എന്താ ചെയ്യാനത്ര മടി? സാറിവിടെ ഇരിക്കുമ്പോ ഒരു കുഴപ്പമില്ല. കീറുന്നത് തന്നെയാ നല്ലത്. കീറിക്കോളൂ. ഇനി ഇപ്പോ കാണിച്ചതുപോലുള്ള തോന്നിവാസങ്ങളുമായിട്ട് വന്നാ നല്ല അടിവെച്ചിരു ഞാൻ. വേദ അഭിനയിക്കുമായിരുന്നു ഭ്രാന്ത്. അത് കണ്ടുപിടിച്ചതോടെ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നു സർ. നന്നായി. ഇനി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. താങ്ക് യു സർ. പണ്ട് പറഞ്ഞതൊക്കെ തന്നെയാ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. തകർക്കാൻ എളുപ്പമാ, കെട്ടിപ്പൊക്കാനാ പാട്. അതുകൊണ്ട് യോജിച്ച് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു വേണം പോവാൻ. നമ്മളൊക്കെ മനുഷ്യരാ, തെറ്റുകുറ്റങ്ങളുണ്ടാവും. അതൊക്കെ അതിൻ്റെതായ സ്പിരിറ്റിലെടുത്ത് പരസ്പരം മാപ്പ് കൊടുത്തു പോകുമ്പോഴേ ജീവിതം ജീവിതമാകും.
സ്വാതിക്ക് ശരിക്കും എന്നോട് വെറുപ്പുണ്ടോ? ഞാനൊരു നീചനാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാതിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാ എനിക്ക് എന്നോട് തന്നെ തോന്നുന്നത് പുച്ഛമാ. സ്വാതിയെ പോലൊരു പെൺകുട്ടിയെ ഇത്രയും നാളും ഞാൻ മനസ്സിലാക്കിയില്ല. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? എൻ്റെ കുറ്റബോധം. നമ്മളെന്തായാലും ഇന്നു മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങുവാണല്ലോ. അത് തുടങ്ങുമ്പോൾ അല്പം പോലും കറ മനസ്സിലുണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സ്വാതിക്കറിയോ, അന്ന് ഇതുപോലൊരു രാത്രിയിൽ ഈ മുറിയിലേക്ക് പാലുമായിട്ട് സ്വാതി കയറി വന്നപ്പോൾ ഞാൻ കരുതിയത് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട പുരുഷൻ ഞാനാണെന്ന്. പക്ഷെ ഇപ്പോ അന്നങ്ങനെ കരുതിയ ഞാൻ തന്നെ പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ജന്മം എന്റേതാണെന്ന്. വിദ്യാഭ്യാസവും കാശും ഒന്നും അല്ല ഒരു പെണ്ണിന്റെ സമ്പത്ത്. നല്ലൊരു മനസ്സാ, അത് നിനക്കുണ്ട്. എന്തിനാ സ്വാതി മടിച്ചു നിൽക്കുന്നത്? ഇരിക്ക് സ്വാ. എന്ത് പറ്റി? ഇവിടെ എന്ത്? പാല്. പാലേട്ടന് ഇഷ്ടമല്ലല്ലോ. പക്ഷേ ഈ ദിവസം അത് വേണമല്ലോ. ഈ ദിവസോ? ഈ ദിവസത്തിന് എന്താ പ്രത്യേകത? അതൊക്കെ പറയാം. നീ പോയിട്ട് ഒരു ഗ്ലാസ് പാല് കൊണ്ടു. നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്ന ദിവസമല്ലേ എൻ്റെ സ്വാതി. അപ്പോ അതിനതിൻ്റെതായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവില്ലേ? മുഴുവൻ കുടിച്ചില്ലേ? ബാക്കി നിനക്കാ. കുടിച്ചോ. നീ എന്ത് ചെയ്യൂ? ഞാനിന്ന് നിലത്തല്ലേ കിടക്കാറ്. അതൊക്കെ പണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ല. ഇവിടെ കട്ടിലിൽ കിടക്കാം. കിടക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ? വെളുത്തവാവാണോ? അല്ല, കറുത്തവാവ്. എടി, നമ്മുടെ ജീവിതം അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി തുടങ്ങാൻ പോകുന്ന ദിവസം എന്ന് വെച്ചാ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്.